അപ്പോൾ നമസ്കാരം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നല്ല പെരിയൊരു മഴ വരുന്നുണ്ട്, പെരുമഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ തോട്ടിൽ നിന്നുള്ള ഓസ് ഇങ്ങോട്ട് ഇടണം. ഇനിയിപ്പോൾ നമുക്കൊരു 6 മാസത്തേക്ക്, ഏകദേശം ഒരു 6 മാസത്തോളം ഫ്രീ വെള്ളമാണ്. തോട്ടിക്കൂടെയുള്ള വെള്ളം നമ്മൾ ഓലി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വലയൊക്കെ ഇട്ട് അതിൽ നിന്ന് ഓസ് ഇങ്ങോട്ടേക്ക് ഇടും. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും കുടിവെള്ളം അല്ലാണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓസ് ഇടാൻ പോകുന്ന പരിപാടിയിലാണ്. നല്ല മഴയുണ്ട്, മിക്കവാറും വലിയ മഴയാണ്. ഞാനും കിടു ഇവിടെ ഇരിക്കും, പോകത്തില്ല. അണ്ണാണിയും കുഞ്ഞാവെ കൂടെ പോയിട്ടിട്ട് വരും. പിന്നെ നമ്മുടെ അജയ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അജയുടെയും പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പട്ടിമാരെയും ഇന്ന് കുളിപ്പിക്കണം, ഒരുമിച്ച് കുളിപ്പിക്കണം. ഒന്നും രണ്ടും തിരിച്ചും മറിഞ്ഞും കുളിപ്പിക്കുമ്പോൾ ഞാൻ മാത്രം മതി, അല്ല ഞാനോ കുഞ്ഞാവേ മതി. പക്ഷേ ഇവരെല്ലാവരെയും കൂടെ കുളിപ്പിക്കണമെങ്കിൽ ഒരു സഹായം വേണം. അങ്ങനെ അജയ് ഇന്ന് വരുന്നുണ്ട്. മഴയാണെങ്കിൽ വീഡിയോ എടുക്കാൻ നടക്കില്ല, പക്ഷേ പരിപാടികളെല്ലാം നടക്കും. തീ നോക്കിക്കോണേ, അമ്മ ഇപ്പോൾ വരാവേ. കളിക്കുക. എങ്ങോട്ടാ ഈ വഴി തെറ്റി പോന്നേ? അല്ലേലും ഞാൻ തന്നെയല്ലേ കൊടുക്കുന്നത്. ബാക്കി എന്തിനാ പറന്നാ വരുന്നേ? അങ്ങോട്ട് കുഞ്ഞാവേൻ്റെ പുറകെ. ഓ ഇല്ല, ഇപ്പം ഇനി എൻ്റെ പുറകെ വരുന്നു, നോക്കിക്കോണേ. ബാ, നടക്കാൻ സമ്മതിക്കൂല. ആരാ പാത്തു വന്നേ? പാത്തുവേ, ആരാക്കളെ വന്നേ? ആരാ പാത്തു വന്നേ? ആണോ? ആര് പാത്തു? അജയ് മാമൻ വന്നോ? ആണോ? ആണോ? ചിന്നുവേ, പാത്തു പാത്തു, ആരാ പാത്തു? ആരാ പാത്തു? അത് ചോദിച്ച അപ്പ പാത്തു പോവും. കിടു, അജയ് മാമൻ എന്തോ കൊണ്ടുവന്നേ? ഞാനു ബിസ്ക്കറ്റ് ബാ. ജാനു എന്നാ ബാ. അവിടെ കടി ഉണ്ടാവും. സുബുവിൻ്റെ കാര്യം വല്ലതും ചോദിച്ചോ? സുബുവിൻ്റെ കാര്യം? കിടു ഒന്ന് അജയ് മാമനെ സഹായിക്കുന്നേ. പപ്പു ചേർക്കന്നെ. ഇത്രയും വലിയ പാക്കറ്റും കൊണ്ടാണ് വരുന്നത്. അജയുടെ ബാഗ് എടുത്ത് നോക്കട്ടെ, നനയാതെ. കണ്ടോ അവിടെ നിന്ന് പുല്ല് വെട്ടുന്നേ നമ്മുടെ കുഞ്ഞാവ. ഉമ്മച്ചനാ. ആരാ ജാനു അത്? പറയമ്മ എന്താന്ന് വെച്ചാ. അമ്മ മലയാളത്തിൽ പറഞ്ഞ അവൾക്ക് മനസ്സിലാവും. അവളോട് ഇഡലി ഇഡലിന്ന്. അമ്മയുടെ ഹിന്ദിയാണ്. അമ്മ പറയാമേ ചായ ബനാച്ചേ. ചിക്കൻ ബനാച്ചേ.
എടാ കിടു ശുഭു വരുന്നു. ശുഭുനെ കണ്ടോ കിടു? ഏത് ദീപു? എന്തൊക്കെയാണോ പറയുന്നത്. പൊളി മഴ. നനഞ്ഞാലോ? കിടു നനയുന്നോ? നനഞ്ഞോടാ? നനഞ്ഞു. അപ്പൊ നനയ്ക്കല്ലേ? ഇങ്ങോട്ട് തെറിക്കുന്നടാ. ഇത് ഞങ്ങളെ തോട്ടിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളം പൈപ്പിൽ കൂടെ വരുന്നതാ കേട്ടോ. എന്ത് പറ്റി ജാനു? മുഖത്തൊരു വിഷമം. ഞാനും വിഷമിക്കുന്നേ. എങ്ങനെയാ കിടു? മഴ നനഞ്ഞിട്ടല്ലേ നിക്കുന്നേ? മഴ നനഞ്ഞിരിക്കുമല്ലേ? അടുത്ത മഴയ്ക്ക് വെയിറ്റ് ചെയ്യാം. അവന് ഇത്രയും ഒരു സന്തോഷം. മൊത്തം മഴ അങ്ങ് നനഞ്ഞ്. എപ്പോൾ നോക്കിയാലോ നിന്നോട് എഴുതാൻ പറഞ്ഞു? എഴുതാൻ ഉള്ളപ്പോഴല്ലേ എഴുതാൻ പറയാറുള്ളൂ. 3 മാസം ചുമ്മാ ഇരുന്നില്ലേ? ആരെഴുതിപ്പിച്ചു? എടാ സ്കൂള് തുറക്കാറായ ഒരു 2 ദിവസം കണ്ടല്ല നീ എഴുതാൻ പറഞ്ഞു. നീ കരഞ്ഞു. അതല്ലേ നടന്നേ? കണ്ണിക്കൂടെ സാമാനിച്ചു ഒറ്റയേറി അറിയും. ആ നല്ല ആളെടുത്ത ചന്തിക്ക് വഴി കയ്യിൽ വിട്ടോ അടിച്ച ധൈര്യം ഉണ്ട്. എടാ ചുമ്മാടാ മാമന്റെ അടി മേടിച്ചു തരാനാടാ. അതവിടെ തന്നെ ഇരിപ്പുണ്ടോ? പൊട്ടനായിരുന്നു ഞാൻ ചെടിക്കോട്ടാ പൊട്ടി അമ്പൊടി പൊട്ടനായി. എടാ ഇടക്കിടും മാമൻ എന്തോ പേരാ കിടൂട്ടെ? വെറേഷ് അല്ല, വെറേഷ് എന്ന് പറഞ്ഞത് അറിയുമോ? വിറപ്പിക്കുന്നോണ്ട് ഇട്ട പേരാണ് വെറേഷ്. തൂക്കേഷ്, അതായത് മഞ്ഞളൊക്കെ തൂക്കുന്നത് കൊണ്ട് കുഞ്ഞാക്കിട്ട പേര് തൂക്കേഷ്. അവയിലായിട്ട് നിന്നിട്ടേ മഞ്ഞളും കുടമ്പുളിയൊക്കെ തൂക്കുന്നുണ്ട്, അതുകൊണ്ട് അവനിട്ട പേരാണ് തൂക്കേഷ്. ദേ ഇരിക്കുന്നു ഞങ്ങളുടെ തൂക്കേഷ്. നിനക്ക് എത്ര പേരുണ്ടടാ? ഗേറ്റ് തുറക്കുന്നോണ്ട് ഗേറ്റേഷ്. പിന്നെ കൊറേ പേരുണ്ട് ഞങ്ങള് പുറത്ത് പറയാത്ത. അടാ അച്ഛനെ വരുന്നോടാ? തുമ്മേഷ്. എപ്പോഴും തുമ്മുന്നോണ്ട് അച്ഛടെ പേര് തുമ്മേഷ്. അത് ഞങ്ങള് പറയൂല. പറയൂല. കുഞ്ഞാവ് ആലോചിക്കുവാണ് എന്തോ. കുഞ്ഞാവ് ആലോചിക്കും അതെന്താ പേരെന്ന്. പക്ഷെ ഞങ്ങൾ പറയൂല അല്ലേ കിടൂ? ഓ ടീച്ചർ അങ്ങനെ പറഞ്ഞോ? സത്യമായിട്ട് മോനോട് എന്തോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞോ? സ്കൂളിന്റെ വീഡിയോയാ എടുക്കണോ? ടീച്ചർ പാവമാണോ? എടുക്കണം. എന്തോ പറഞ്ഞേ? ടീച്ചറോ? എന്തിനാ? ഇന്നാളത്തെ ടീച്ചറിനെ വരാനില്ല. ടീച്ചറിന്റെ പേരെന്തോ? ടീച്ചറിന്റെ പേരെന്തോടാ? അച്ഛക്കറിയാം. ടീച്ചറിനോട് പറ കേട്ടോ വീഡിയോ എടുക്കാന്നേ. കിടൂ ടീച്ചറിനോട് പറയണേ വീഡിയോ എടുക്കാന്നേ. എവിടെ പോടാ? നിന്റെ കയ്യല്ലല്ലേടാ കെട്ടിയേ? രഹസ്യമായിട്ട് പാത്തുനെ കോഴിക്കാല് തന്നെ വിളിച്ചോണ്ട് പോകും രാത്രിയിലോ? അതെനിക്ക് എന്തുവാണി? ചിക്കൻ തരാന്ന്. ലൈറ്റ് അടിച്ച് പറിക്കുമ്പോ
എന്തോ നിങ്ങൾ നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അമ്മ ഇന്നലെ ജാനും ഉണ്ടല്ലോ അണ്ണാണ്ട് അടുത്തിരുന്നിരുന്ന മടിയിലോട്ട് തലയും വെച്ചിരിക്കുന്നു. ഈയിടെ അണ്ണാണ് എവിടെ ഇരുന്നാലും അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്തോ ഉദ്ദേശമുണ്ട്. പോന്നു അവല്ലോ അമ്മ കൂടെ അറിയാത്തോണ്ട് കുഴപ്പമില്ല. കുഞ്ഞാ നിന്റെ തലയുടെ പുറകിൽ ആരാ നോക്കിയേ? പിന്നെ ആ ധൈര്യത്തിലാണല്ലോ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. നിനക്ക് അറിഞ്ഞുകൂടല്ലോ. അയ്യടാ ആകെ ഒരു കുഞ്ഞാടുള്ളത് എനിക്ക്. എടാ മാമൻ ഏറ്റവും ഇഷ്ടം ആരോടാടാ? കിടുവേ കിടു മാമൻ ഏറ്റവും ഇഷ്ടം. ഉവ്വ പക്ഷെ തലയെ കൊണ്ട് വെക്കണമെന്നേ ഉള്ളൂ. അല്ല അത് തലയുടെ അടുത്ത് വന്നു അടുത്ത് വരെ എത്തി. അതവരറിഞ്ഞൂടാ. ആ തീർന്നടാ, നീ തീർന്ന് അതെടുത്തിട്ട് വാ. അന്നൊന്നും ചേച്ചി അടിപൊളി. മണ്ണിക്കടന്ന് ആദ്യം പോയ ഉരുണ്ട് മഴയും നനഞ്ഞ് കപ്പ ഞങ്ങളുടെ പന്നിയലി. എൻ്റെ ചെരുപ്പ് തരാമോ? എൻ്റെ മറ്റേ ചെരുപ്പിങ് തന്നായിരുന്നു എനിക്ക് ഉപകാരമായിരുന്നു. കൂലിപ്പണി രാജൻ കൂലിപ്പണി. എൻ്റെ കണ്ണ് വയ്യ. ഞങ്ങൾക്ക് ഒരാളെ കിട്ടി. മുട്ട കൊടുക്കാൻ വന്നപ്പോ കിട്ടിയതാ. ഒരാളോടുണ്ട്. എടാ അതിനെ തന്നടാ. മുടി വെട്ടുന്ന നമ്മള് മുടി വെട്ടും. അല്ല നമ്മള് മുടി ഫുള്ള് ഇങ്ങനെ ചെറുതാക്കും. അത് പെട്ടെന്ന് നമ്മുടേതും ജട പോലെ ഫുള്ള് വെട്ടിക്കളയും. അങ്ങനെ എങ്ങനെ ഗ്രൂം ചെയ്യുന്നതിന് എത്ര ആവും ഇതിന്റെ കൂടെയുള്ള? എനിക്ക് കുഞ്ഞാപ്പൂനെ കിട്ടിയാ എത്രയൊക്കെ മതി. ജഗ ചില്ലികൾ എന്തോ കൊരയാന്നറിയാവോ അകത്ത് കിടന്നോണ്ട്. പൊന്നാരി എന്താന്നറിയാ, എന്നെ ഒരു പട്ടീന്റെ മണം എപ്പോഴും ഉണ്ട് വീട്ടിലുണ്ട്. അതായി ആലോചിക്കുന്നത് ഇത് ഏതൊക്കെ ഏത് പട്ടി എന്നോട് ഇണങ്ങും. അല്ല അത് ആലോചിക്കുന്നത് ഏതൊക്കെ പട്ടീന്റെ മണോ പിടിച്ചിട്ട് അവനെ വിളിച്ചാണ്. എന്റെ 14 എണ്ണം ഉണ്ടായിരുന്നു. അയ്യോ എടാ അതൊന്നും കിടു നിനക്ക് മാച്ച് ആവുന്നുണ്ടാ? കൈ മാറ്റിക്ക് കാണത്തില്ല. അതെ ഒരേ മകൻ രണ്ടുപേർക്കും. ആ ഒരുപോലെ ഉണ്ട്. കിടു വെളിച്ചെണ്ണ കൊടുക്കാണ്ടോ? വെളിച്ചെണ്ണ വന്നില്ല. ഉണ്ടോ? എനിക്കുണ്ടെങ്കിൽ 2 കിലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പട്ടിക്കുട്ടിയെ രക്ഷിക്കാനുണ്ടോ? ഇത് വന്ന് മുട്ട കൊടുക്കാൻ വേണ്ടി കണ്ട കഴിഞ്ഞ ആഴ്ച ഒരു നല്ലൊരു പപ്പീസിനെ ആരാണ്ട് ഓടിക്കൊണ്ട് കളഞ്ഞാണോ ഒരു വണ്ടി ഇടിച്ച് കിടക്കുമായിരുന്നു. ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കിന് ആരാണ്ട് കൊണ്ട് ഇത് അതേതാ ബ്രീഡ് വലുത് ആണോ? കടിക്കുവോ? അത് കടിക്കുവോ? ആ നിങ്ങൾക്ക് ഒരു മോച്ചായിട്ടോ. ഞാൻ പട്ടിയുമായിട്ട് ശകലം അങ്ങനെ ഒരു വരയുണ്ടോ? മാമന്റെ മൂക്കിന് വരയുണ്ട്. അതിനും ഉണ്ട്. ഇതിനൊക്കെ പിടിച്ചോ? ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് ഇവിടെ. എനിക്ക് മോനെ മാമൻ ഒരു മിനിറ്റ് പിടിക്കട്ടെ. അങ്ങ് ഇഷ്ടപ്പെട്ടിരിപ്പ്. എനിക്ക് മോനെ ഒരു മിനിറ്റ് മാമന്റെ ഇരിക്കട്ടെ. വേറെ എന്തോ ഒരു സാധനം പോലെ ഉണ്ടല്ലേ.
നമ്മൾ പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. മുട്ട കൊടുത്തിട്ടില്ല. അല്ല മുട്ട കൊടുക്കാൻ വന്ന മുട്ട കൊടുത്തില്ല. അല്ല വരവ് മുതലായി അല്ലേ. ഇരിപ്പ് നോക്കിയ ഇപ്പൊ നോക്കിയേ നിൽക്കണേ. ഓ നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന എന്തുവാടെ വെച്ച് പോയാ ഇരിപ്പ് നോക്കിയേ. മറ്റേന്റെ ഇരിപ്പ് നോക്കിയേ. കുഞ്ഞ നിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇടു നീ ഒന്ന് എണീറ്റ് നീക്ക്. നീയും അതുപോലെ ഉണ്ട്. എനിക്ക് മാമന്റെ തോളെ കൈട്ടെ ഇങ്ങോട്ട് ചേർന്ന് നിന്ന് ചിരിച്ചേ ചിരിച്ചേ. ആ 4 പേരും ഒരേ ഫ്രെയിം ഒരുപോലെ ഉണ്ട് കാണാൻ. ഇല്ല 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 അല്ല പച്ച ഒരു ഐറ്റംസ് കൊടുക്കത്തില്ല. അല്ല എടുത്താ കടിക്കുവോ? വേണ്ട എനിക്ക് ഞാൻ പാവോ പേടിക്കണ്ട. പേടിയാ വീട്ടിലോട്ട് ഓടുവാ. എന്നാക്കളെ മോനെ അതിനെ മാറ്റ അവര് തമ്മിൽ ചേരൂല. പോവോ? നിരാശയുണ്ട്, റാമ്പുണ്ട്, പോവില്ല. അതിന്റെ വേറെ കുഞ്ഞനെയുണ്ട് തള്ള പപ്പി. എൻ്റെ കൂടെ കടയിൽ വരും. ഞങ്ങൾ ബൈക്ക് എടുത്തോണ്ട് അവിടെ ചെല്ലുന്നതിന് മുമ്പ് ബൈക്കിന്റെ പുറകെ അവിടെ എത്തിയിരിക്കും. ഞങ്ങൾ കാല് വെക്കുന്നതിന് മുമ്പ് പാടി കൊടുക്കടാ. നിക്കണാണി തമ്മിൽ പിണങ്ങി പോലെ പാടറാ. എടാ തമ്മിൽ പിണങ്ങി പോലെ പാടുന്ന നിന്നെ ഇനിയും കൊണ്ടുവരാം. നല്ലോണം പാടിക്കോട്. ഇതാ പരിപാടി. എണീറ്റ് നിപ്പല്ലേ. ഇങ്ങനെ മാന്തുവാ. ഇങ്ങനെ മാന്തിക്കോളൂ. ആ അവനുമായിട്ട് എടുത്ത് കേട്ടാ. അവനുമായിട്ട് എടുത്ത് ചിരിക്കുന്നൊരു മുഖമാ. ചോട്ടോ